ഇതേ സമയം മഹാദേവി വർമ്മയുടെ വീട്ടിൽ ശ്രീലക്ഷ്മിക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു മഹാദേവി വർമ്മയും അവരുടെ വിശ്വസ്ത ബന്ധുക്കളും. അവിടെ ചർച്ചയുടെ മേൽനോട്ടം സിദ്ധാർത്ഥിനായിരുന്നു. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ 60% ഷെയറും ശ്രീലക്ഷ്മിയുടെ കയ്യിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവൾക്കത് നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്? എനിക്ക് തോന്നില്ല. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മുത്തശ്ശി മാനേജ് ചെയ്താലേ അത് ശരിയാവൂ. അവൻ മഹാദേവിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞതിനോട് ഒരാൾക്കും അവിടെ യോജിക്കാനായില്ല. പക്ഷേ മഹാദേവിയുടെ മുഖം അതെല്ലാം അക്സെപ്റ്റ് ചെയ്യും പോലെയായിരുന്നു. എന്തായാലും മുത്തശ്ശി, അത് നമുക്ക് തിരിച്ചു പിടിക്കണം. ഐ മീൻ, നമ്മുടെ 60%. ആ ഋഷിൻ അവളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം മുഴുവൻ ഭാഗ്യവും അവൾക്കാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സിദ്ധാർത്ഥ് ചിന്തയോടെ പറഞ്ഞു. ആ കൊച്ചിന് ബുദ്ധിയുണ്ട് സിദ്ധാർത്ഥ്. അവൾ അതൊന്നും എഴുതി തരില്ല. കൂട്ടത്തിൽ ഏതോ ബന്ധു പറഞ്ഞു. അത് കേട്ടതും സിദ്ധാർത്ഥ് തന്റെ ചുണ്ട് കൂട്ടിച്ചിരിച്ചു. അമ്മാവൻ പറഞ്ഞത് വളരെ ശരിയാ. അവൾ സ്വമേധയായി എഴുതി തരില്ല. കാരണം അവൾ അത്രയും സെൽഫിഷാണ്. പക്ഷേ എഴുതി വാങ്ങിക്കാൻ എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഡോക്യുമെന്റ്സ് മാറ്റി അവളുടെ സൈൻ വാങ്ങിച്ച ശേഷം അത് ഈ ഷെയറിന്റെ ഡോക്യുമെന്റ്സിലേക്ക് മാറ്റാം. സിദ്ധാർത്ഥ് കുബുദ്ധിയോടെ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും മുഖത്ത് ഞെട്ടലും പുച്ഛവും നിറഞ്ഞു. എന്നിരുന്നാലും മഹാദേവി ആ തീരുമാനത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം സിദ്ധു. ആ ഷെയർസ് ശ്രീലക്ഷ്മിക്കുള്ളതൊന്നുമല്ല. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ ശരിവയ്ക്കും പോലെ മഹാദേവി പറഞ്ഞു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. കാരണം ഇതുപോലുള്ള തറവേലകൾ സിദ്ധാർത്ഥ് ചെയ്താലും മുത്തശ്ശി അതിനെ സപ്പോർട്ട് ചെയ്യില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ മഹാദേവിയുടെ മറുപടി അതെല്ലാം തെറ്റിച്ചു. എടി ശ്രീലക്ഷ്മി, നിന്റെ പെട്ടിക്ക് ഞാൻ ആണിയടിച്ച് തുടങ്ങി. എല്ലാ തവണത്തെയും പോലെ ഇത് ചീറ്റിപ്പോവില്ല. ഏത് വിധേനയും നിന്നെ ഞാൻ തകർക്കും. സിദ്ധാർത്ഥ് തന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. കൊച്ചിയിലെ കമ്പനീസ് എല്ലാം പെട്ടെന്ന് ചെറിയ ചില നഷ്ടങ്ങളിലായി തുടങ്ങിയിരുന്നു. ഋഷിയുടെ ത്രൈ മീഡിയ ഉൾപ്പെടെയെല്ലാം. പ്രശ്നമൽപ്പം ഗുരുതരമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മീറ്റിംഗ് ഋഷി വിളിച്ചു ചേർത്തു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഒലീവിയയും ലക്ഷ്മണും ആദിലും റോഷനും അടങ്ങിയ ഒരു ചെറിയ മീറ്റിംഗ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഋഷി. ഈ കൊച്ചിയിലെ കോർപ്പറേറ്റ്സിന് മാത്രം പെട്ടെന്നെന്താ ഇങ്ങനെ പറ്റാൻ? ആരോ അറിഞ്ഞു പണി തരുന്ന പോലെയുണ്ട്. ലക്ഷ്മൺ അക്ഷമനായി പറഞ്ഞു. അതെ, അറിഞ്ഞു പണിയുന്നത് തന്നെയാ. പണിയുന്നത് മറ്റാരുമല്ല, എന്റെ ഫാമിലി തന്നെയാ. ഇന്ദ്രപ്രസ്ഥം ഫാമിലി. അതും മുത്തച്ഛന്റെ തീരുമാനം. എന്നെ ഒരു പാഠം പഠിപ്പിക്കാനായി. ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് കേട്ടതും അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഞെട്ടിപ്പോയി. വാട്ട്? ആർ ദേ റിയലി ഡം? അവർക്കെന്താ പേടിയില്ലേ? നീ അവർക്ക് കൊടുത്ത 8,000 കോടി തിരികെ വാങ്ങുമെന്ന പേടിയില്ലേ അവർക്ക്? ഒലീവിയ ദേഷ്യവും അവിശ്വാസവും തോന്നിയ ഭാവത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല ഒലീവിയ, അവരതൊന്നും ഭയക്കുന്നില്ല പോലും. അന്ന് മനുവിന്റെ കല്യാണത്തിന് പോയപ്പോഴുണ്ടായ പ്രശ്നത്തിന്റെ ബാക്കി ഇതല്ല. ഞാൻ പോയി മുഴുവൻ ഫാമിലിയോടും സോറി പറഞ്ഞ മുത്തച്ഛൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ ചെറിയച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞത്. ഞാൻ അവരോട് സോറി പറയണോ? ഋഷി തന്റെ സുഹൃത്തുക്കളുടെ മറുപടിക്കായി കാതോർത്തുകൊണ്ട് ചോദിച്ചു. ഹെൽ നോ. അങ്ങനെ വല്ലതും സംഭവിച്ചാ ഞങ്ങളുടെ സ്വഭാവം മാറും. അവരീ കാണിക്കുന്ന തോന്നിവാസത്തിന് സത്യം പറഞ്ഞ നല്ലതുപോലെ പ്ലാൻ ഇട്ട് അവർക്കൊരു പണിയാ കൊടുക്കേണ്ടത്. ദേഷ്യത്തോട് ആദിൽ പറഞ്ഞു. എക്സാക്ട്ലി, ഐ ഹാവ് എ പെർഫെക്റ്റ് പ്ലാൻ. പക്ഷേ നിങ്ങളെല്ലാം എന്റെ കൂടെ വേണം. ഉണ്ടാവോ? ഋഷി അത് ചോദിച്ചു നിർത്തിയതും എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. ഇതെന്ത് ചോദ്യമാ ഋഷി? നീ പ്ലാൻ പറ. ഞങ്ങളൊക്കെ കട്ടയ്ക്ക് തന്നെ നിന്റെ കൂടെ കാണും. അത്യധികം സന്തോഷത്തോടെ റോഷൻ പറഞ്ഞു. ഋഷി, നിന്റെ മനസ്സിൽ ഐഡിയ പറയേ? ആദി വീണ്ടും ചോദിച്ചു. അതിന് മറുപടി എന്നോണം ഋഷിൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഋഷി. ഞങ്ങൾ രണ്ടാളും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം നീയാണ്. അതുകൊണ്ട് തന്നെ നീ പറയുന്നത് കേൾക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഒലീവിയ അവനോടായി പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി കുറച്ച് മോശമാണെങ്കിലും ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഇവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അവർ ഷെയർ മാർക്കറ്റ് ഡൗൺ ആക്കാൻ പരമാവധി ശ്രമിക്കും. നമുക്കിതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കണം. അവരുടെ മാത്രം പണമല്ലാതിരുള്ളത് നമ്മുടേതുമുണ്ട്. സോ നമുക്ക് പറ്റുന്നത്ര ഇൻവെസ്റ്റ്മെന്റ് ഷെയർ മാർക്കറ്റിൽ നമ്മളും ഇടും. ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ അത്ര വലിയ ലെവലിലല്ലെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് ചെയ്താൽ ഐ ആം ഷുവർ അവർക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഋഷിൻ ഉറപ്പോടെ പറഞ്ഞു. ഋഷിൻ പറഞ്ഞത് ശരിയാണ്. അവരുടെ ശക്തി എന്താണെന്ന് അവർ മറ്റുള്ളവരെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ശക്തി എന്താണെന്നും അവരും അറിയട്ടെ. നമ്മളെല്ലാവരും വെറും 0 നിന്നാണ് തുടങ്ങിയത്. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. പക്ഷേ അവർക്കതൊരിക്കലും പറ്റില്ല. അതാണ് നമ്മുടെ ശക്തിയും അവരുടെ വീക്ക്നെസ്സും. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി. ലക്ഷ്മൺ അത് പറഞ്ഞപ്പോൾ ഋഷി അഭിമാനത്തോടെ അവനെ നോക്കി. അവരുടെ തീരുമാനപ്രകാരം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഷെയർ മാർക്കറ്റിലുണ്ടായ മാറ്റം കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടി. ആദ്യം ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അല്പം കഴിഞ്ഞ് ഋഷിൻ, ലക്ഷ്മൺ, ഒലീവിയ തുടങ്ങിയ അവരുടെ കൂടെയുള്ള പലരും ഷെയർ മാർക്കറ്റിലേക്ക് അവരുടെ കയ്യിലുള്ള അത്രയും പണം നിക്ഷേപിച്ചു. ഒരു വശത്ത് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് മൊത്തം കമ്പനികളെ തകർക്കാൻ നോക്കുകയാണ്. എന്നാൽ അത് നടക്കാതിരിക്കാൻ ഋഷിനും സുഹൃത്തുക്കളും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഷെയർ മാർക്കറ്റിൽ പെട്ടെന്നുണ്ടായ ഫണ്ട് കൈമാറ്റം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ഷെയർ മാർക്കറ്റ് ക്ലോസ് ആയപ്പോഴേക്കും ഋഷിൻ പ്രതീക്ഷിച്ച പോലെ എല്ലാം സ്റ്റഡിയായ അവസ്ഥയിലെത്തിയിരുന്നു. ഋഷിൻ പറയുന്നത് എന്തായാലും അതുപോലെ ഫോളോ ചെയ്യുമെന്ന് ലക്ഷ്മണും സുഹൃത്തുക്കളും അവൻ ഉറപ്പു നൽകിയിരുന്നു. അവർക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് കൂടെ നിൽക്കുന്നത്. ഋഷിന്റെ സാമ്രാജ്യത്തിലെ നെടുന്തൂണുകളായിരുന്നു അവർ 4 പേരും. അതേസമയം ഈ ഷെയർ മാർക്കറ്റിലെ മാറ്റങ്ങൾ വർമാസ് ഗ്രൂപ്പിനെയും ബാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ അടിയന്തരമായി മീറ്റിംഗ് നടത്തി. ശ്രീലക്ഷ്മിയെ തനിച്ചു വിട്ടാൽ ശരിയാകില്ലെന്ന് കരുതി ഋഷിനും അവളുടെ കൂടെ പോയി. അവനെ കണ്ടതും മഹാദേവിയുടെയും സിദ്ധാർത്ഥിന്റെയും മുഖം ഇരുണ്ടു. ഇരുവരും ഗൂഢമായി പരസ്പരം നോക്കി. ഋഷിൻ അത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ മട്ടിൽ ഒന്നും മിണ്ടാതെ കൈ മാറിൽ കെട്ടി ഒരു സൈഡിൽ മാറി നിന്നു. ഇന്നത്തെ നമ്മുടെ ഷെയർ എത്രത്തോളം കുറഞ്ഞു? മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആശങ്കയോടെ മഹാദേവി വർമ്മ ചോദിച്ചു. മുത്തശ്ശി, നമ്മുടെ എല്ലാ ഷെയറുകളും 60% താഴെയായി. അടുത്തിരുന്ന ഒരാൾ അല്പം വേവലാതിയോടെ പറഞ്ഞു. ഇനി എന്ത് പറയണം ചോദിക്കണം എന്നറിയാതെ ഒരു നിമിഷം അവിടെ നിശബ്ദമായി. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇതിങ്ങനെ തുടർന്നാൽ ഉടൻ തന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടും. മഹാദേവി അല്പം നിരാശയോടെ പറഞ്ഞു. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരെ പോലുള്ള ചെറിയ ഫാമിലി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ലോങ് ടൈം എക്കണോമിക് വാർ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുത്തശ്ശി, ഇക്കാര്യത്തിൽ എനിക്കൊരു സജഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കേട്ടാൽ നിങ്ങൾ എല്ലാവരും അത് സമ്മതിക്കുമെന്ന്. സിദ്ധാർത്ഥ് പതിവ് പോലെ തന്റെ നാടകം ആരംഭിച്ചു. സിദ്ധു, ഇത് ശരിയാക്കാൻ നിനക്ക് പറ്റുമോ? സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മുത്തശ്ശി ആകാംക്ഷയോടെ ചോദിച്ചു. അത് കണ്ടപ്പോൾ ഋഷിൻ ഒന്ന് ചിരിച്ചു. എന്തായാലും അവൻ എന്തെങ്കിലും ഒരു മോശം ഐഡിയ പറയും. നേരായ വഴിക്ക് പോയിട്ട് അവൻ ശീലിച്ചിട്ടേയില്ല. അവൻ കാരണമാ ഈ കുടുംബം ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത് പോലും. അതൊന്നും മനസ്സിലാക്കുന്നുമില്ല. അവൻ വളരെ വിശ്വസ്തനാണെന്നാണ് മുത്തശ്ശിയുടെ വിശ്വാസം. ആ മണ്ടൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് മുഴുവൻ അവർ കണ്ണുടച്ച് വിശ്വസിക്കും. അവനോട് മാത്രം ഒരു പ്രത്യേക വാത്സല്യം. ഋഷിൻ പുച്ഛത്തോടെ ചിന്തിച്ചു. ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പാണ് ഇന്ന് ഷെയർ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ട് അവരോട് സഹായം ചോദിച്ചുകൂടാ? നമ്മുടെ ഷെയറിന്റെ പകുതി അവരോട് വാങ്ങാൻ പറയാം. ബാക്കി ഷെയറുകൾ നമുക്ക് നമ്മുടെ കൈവശം തന്നെ വെക്കാം. സിദ്ധാർത്ഥ് എല്ലാവരോടുമായി തന്റെ പദ്ധതി വിശദീകരിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിനോട് ഹെൽപ്പ് ചോദിക്കാം. കൂട്ടത്തിൽ ഏതോ ഒരാൾ ആദ്യം പിന്തുണ അറിയിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.